അസ്സലാമലൈക്കും. എൻ്റെ പേര് മുഹമ്മദ് ഷാ എന്നാണ്. എനിക്കിപ്പോൾ 2 കിഡ്നി നഷ്ടപ്പെട്ട് ഞാനിപ്പോൾ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഉമ്മായ്ക്കും ഇതേ ഒരു അസുഖത്തിൻ്റെ ആരംഭം തന്നെയായിരുന്നു സംഭവിച്ചത്. ഇപ്പം എൻ്റെ ഉമ്മ ആണെങ്കിൽ മരണപ്പെട്ടു പോയിരിക്കുകയാണ്. തുടർ ചികിത്സയ്ക്കായിട്ട് എനിക്ക് മറ്റു കാര്യങ്ങൾക്കും പണം കണ്ടെത്താൻ ഞങ്ങളുടെ കുടുംബത്തിന് സാധിക്കുന്നില്ല. ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ്. വളരെ ബുദ്ധിമുട്ടാവുന്നതാണ്. ഇപ്പം എൻ്റെ 2 കണ്ണിൻ്റെ കാഴ്ചയ്ക്കും പ്രശ്നം സംഭവിച്ചേക്കാണ്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു എത്രയും പെട്ടെന്ന് തന്നെ കിഡ്നി മാറ്റിവെക്കുന്ന കാര്യം നടത്തണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അപ്പം അതിനുവേണ്ടിയാണ് ഞങ്ങളിപ്പം നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അല്ലെ, ഞങ്ങളെ സഹായിക്കണം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഹുസൈൻ. എൻ്റെ മൂത്ത മോൻ മുഹമ്മദ് ഷായാണ്. അവൻ്റെ ഉമ്മ മരിച്ചു പോയിട്ട് 6 വർഷം മുകളിലായി. അത് കിഡ്നിയുടെ വിഷയമായിരുന്നു. ഇപ്പോഴും അതിൽ തന്നെ എൻ്റെ മോനും വ്യാപിച്ച് അവൻ്റെ 2 കിഡ്നിയും ഫെയിലാണ്. എന്നെക്കൊണ്ട് ഒരു നിവൃത്തിയില്ല അവനെ ചികിത്സിച്ച് ഭേദമായിക്കൊണ്ടിരാൻ. എൻ്റെ മോനെ നാട്ടുകാരും എല്ലാവരോടും കൂടി രക്ഷപ്പെടുത്തി തരണം. എനിക്ക് അവനേ ഉള്ളു. അവൻ്റെ ഇളയത് 2 കുട്ടികളാണ്. അവനാണ് കുടുംബനാഥൻ. അവനെ ഞങ്ങളൊക്കെ നോക്കേണ്ട അവനാണ്. അവനെല്ലാവരും രക്ഷപ്പെടുത്തണം. എൻ്റെ മോൻ്റെ അസുഖമെല്ലാം ഭേദാക്കാൻ വേണ്ടി കുറച്ചവരെ എല്ലാവരും ദുആ-രക്കണം. എല്ലാവരും ഞങ്ങളെ രക്ഷിക്കണം. എൻ്റെ മോനെ രക്ഷിച്ചു തരണം. എൻ്റെ ഭാര്യയെ എനിക്ക് രക്ഷിക്കാൻ പറ്റിയില്ല. എൻ്റെ മോനെങ്കിലും എനിക്ക് രക്ഷിച്ച് എല്ലാവരും കൂടി കൂടി തരണം. എൻ്റെ ഉമ്മയാണ് ഇരിക്കുന്നത്. ഉമ്മയാണ് ഇപ്പോൾ അവനെ നോക്കുന്നതല്ല. ഉമ്മയും പെങ്ങളും വേറെ ആരുമില്ല ഞങ്ങളെ നോക്കാൻ. എൻ്റെ മോനെല്ലാം രക്ഷിച്ച് ഞങ്ങൾക്ക് ഒരു ആപത്തുമില്ലാതെ കൊണ്ട് തരണം. എൻ്റെ മോൻ്റെ കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു കണ്ണിൽ ഒരു കണ്ണ് പോലും ശരിക്കും മറക്കാവുന്നില്ല. എല്ലാവർക്കും വേണ്ടി ഞാൻ ദുആ-രക്കാം. എൻ്റെ മോനെ രക്ഷിച്ചാറുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, വല്ലാത്തൊരു സങ്കടത്തിലാണ്. കാരണം ഇത് മുഹമ്മദ് ഷാ, ഇവൻ്റെ ഉമ്മ 6 വർഷം മുമ്പേ ഇതേ അസുഖവുമായി ബന്ധപ്പെട്ടിട്ടാണ് മരണപ്പെട്ടു പോയത്. മോൻ്റെ ഉപ്പയാണ്. അദ്ദേഹം ഹൃദയം പൊട്ടി നമ്മോട് പറയുണ്ടായി, എൻ്റെ മോനെ നിങ്ങൾ തിരിച്ചു തരണം. ഇവിടെ വന്നപ്പോൾ സത്യം പറഞ്ഞ വല്ലാത്തൊരു സങ്കടത്തിലായി പ്രിയപ്പെട്ടവർ. കാരണം അന്നെൻ്റെ ഭാര്യയെ എനിക്ക് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. എൻ്റെ മോനെങ്കിലും നിങ്ങളൊന്ന് രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞു വല്ലാത്തൊരു വേദനകരമായ ഒരു അവസ്ഥയിൽ ഈ പിതാവ് ഹൃദയം പൊട്ടി നമ്മൾ സംസാരിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കരഞ്ഞുപോയി പ്രിയപ്പെട്ടവർ. വല്ലാത്തൊരവസ്ഥയാണ്. കാരണം ഒരു 27 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. അവൻ പറഞ്ഞത് എനിക്ക് ജീവിക്കണക്ക. എൻ്റെ കുടുംബത്തിൽ എൻ്റെ വാപ്പ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങളെ നോക്കിയത്. പക്ഷേ എങ്ങനെയെങ്കിലും എനിക്ക് എൻ്റെ ഉപ്പാനെയും എൻ്റെ 2 ചെറിയ അനിയന്മാരുണ്ട്, അവരൊക്കെ ഒന്ന് രക്ഷപ്പെടുത്തിയെടുക്കണം, അതിന് സഹായിക്കണക്കാന്ന് പറഞ്ഞു. വല്ലാത്തൊരവസ്ഥയിലാണ് നമ്മോട് സംസാരിച്ചത്. അവൻ പറഞ്ഞത് ഞാൻ ഒരുപാട് നല്ല രീതിയിൽ ഇവിടെ ഒരുപാട് ടൂർണമെന്റിലൊക്കെ പങ്കെടുത്തതൊക്കെ ഒരുപാട് സമ്മാനം കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത്ര ആരോഗ്യവാനായ ഞാൻ ഒരു സുപ്രഭാതത്തിൽ ഒരു പനി വന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോഴാണ് എനിക്കിങ്ങനെ ഒരു അസുഖം ഉണ്ടെന്ന് അറിഞ്ഞത്. ഇവൻ്റെ അടുത്ത് പറയാ, ഈ പ്രായത്തിലുള്ള മക്കളോടൊക്കെ നിങ്ങൾ പറയണക്ക, നല്ല രീതിയിൽ നല്ല വർക്കൗട്ട് ചെയ്തിട്ട് ശരീരം നല്ല പോലെ നോക്കണം. ഞാൻ ഇത്രയും ആരോഗ്യവാനായ ഞാൻ നല്ല രീതിയിൽ മോൻ എന്താ കളിക്കാൻ പോയിരുന്നു പറഞ്ഞു? ക്രിക്കറ്റ് കളിക്കുന്ന മോനാ. എനിക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വന്നു. അപ്പോ ഒന്നും ചെയ്യാതെ നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കൊച്ചനുജന്മാരുടെ അവസ്ഥ ഒക്കെ എന്തായിരിക്കും എന്ന് പറഞ്ഞത്. അവനിപ്പോ പറഞ്ഞെന്താ പറയുക, എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന്റെ കൂടെ എൻ്റെ നാടൊക്കെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട്. എൻ്റെ കണ്ണ് പൂർണ്ണമായിട്ടിപ്പോ കാഴ്ച നഷ്ടപ്പെട്ടു. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ ഒന്ന് കാണാനൊരു ആഗ്രഹമുണ്ട്. ഞാൻ നല്ല രീതിയിൽ വർക്ക്ഷോപ്പിൽ ജോലി ചെയ്ത് എൻ്റെ കുടുംബം നോക്കിയിരുന്നതാ. എൻ്റെ ഉമ്മ മരണപ്പെട്ട അന്ന് മുതൽ ഞാനും എൻ്റെ ഉപ്പയും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ കുടുംബം നോക്കിയത്. എനിക്കൊരു സ്വന്തമായിട്ടൊരു വീട് പോലുമില്ല. എങ്ങനെയെങ്കിലും എനിക്കൊരു കൊച്ചു വീടൊക്കെ വേണമെന്ന് പറഞ്ഞ് വല്ലാത്ത സങ്കടത്തിലാണ് എൻ്റെ അടുത്ത് സംസാരിച്ചത്. സത്യം പറഞ്ഞ ഹൃദയം തകർന്നു പോയി കാര്യം. വല്ലാത്തൊരു സങ്കടത്തിലാക്കി പ്രിയപ്പെട്ടവരെ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ പിതാവിൻ്റെ മനസ്സ് നിങ്ങൾ നോക്കണം. വല്ലാതെ പൊട്ടി നിൽക്കുകയാണ്. കാരണം ഈ കുടുംബം നോക്കേണ്ട പ്രിയപ്പെട്ടവൻ്റെ അവസ്ഥ ഇങ്ങനെ.
6 വർഷം മുമ്പ് തന്റെ ഭാര്യയ്ക്ക് ഇതേ അസുഖം വന്ന് ഈ ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയി. എന്റെ മോന്റെ അവസ്ഥയെങ്കിലും ഓർത്തിട്ട് നിങ്ങൾ സഹായിക്കണേ എന്ന് പറഞ്ഞ് ഹൃദയം പൊട്ടി നിൽക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഈ ഒരു കുടുംബത്തിനെ ചേർത്ത് പിടിക്കണം. പ്രിയപ്പെട്ടവരെ, ബഹുമാനരെ, ഞാൻ കുലശേഖരപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. കുലശേഖരപുരം പഞ്ചായത്തിൽ 6-ാം വാർഡിൽ വരിക്കോളി കോളനിയിൽ താമസിക്കുന്ന ഷാ എന്ന് പറയുന്ന 27 വയസ്സുള്ള കുട്ടി 2 കിഡ്നിയും തകരാറിലായി വളരെയധികം വിഷമാവസ്ഥയിലാണ്. സാമ്പത്തികമായി വളരെയധികം പിന്നോക്ക അവസ്ഥയിൽ നിൽക്കുന്ന ഈ ഒരു കുടുംബം വാടകയ്ക്കാണ് താമസിച്ചു വരുന്നത്. അപ്പോൾ ഈ കുട്ടിയുടെ തുടർ ചികിത്സയ്ക്കായി ഈ മോന്റെ ജീവൻ നിലനിർത്തുന്നതിന് വേണ്ടി ഈ നാട് ഒന്നാകെ അണിനിരന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാ നല്ലവരായ നാട്ടുകാരുടെയും സഹായ സഹകരണങ്ങൾ ഈ കുടുംബത്തിനോടൊപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഈ മോന്റെ ജീവൻ തിരിച്ചു പിടിക്കാനാവും. അപ്പോൾ ഏവരും ഈ കുട്ടിക്ക് വേണ്ടി സഹായ സഹകരണങ്ങൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളുന്നു. അസ്സലാമു അലൈക്കും. ഞാൻ പോലീസിലെ സബ് ഇൻസ്പെക്ടറായി റിട്ടയർഡ് ആയ ആളാണ്. ഇപ്പോൾ പനച്ചമൂട് മഹല്ല് കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്. എൻ്റെ മഹല്ലിൽ താമസിക്കുന്ന ഈ കേവലം 27 വയസ്സ് മാത്രം പ്രായമുള്ള ഈ സഹോദരന് ഇരുവൃക്കുകളും തകരാറിലായി ഇപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടായി കഴിയുകയാണ്. എല്ലാ സഹോദരന്മാരും ഈ സന്നദ്ധ പരിപാടിയിൽ കൂട്ടാളികളായി ആ സഹോദരനെ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ എല്ലാവരും സാമ്പത്തികമായി ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊള്ളു. അസ്സലാമു അലൈക്കും. ഈ ഷാ എന്ന് പറയുന്ന ഒരു സഹോദരൻ ബാഡ്മിന്റൺ കളിക്കാണ് ഞങ്ങൾ കൂടുതലും പരിചയപ്പെട്ടിരിക്കുന്നത്. കാര്യം അദ്ദേഹത്തിന്റെ പിതാവുമായി നമ്മൾ അടുത്ത് സഹകരിക്കുന്ന ഒരു ഇതാണ്. എൻ്റെ തൊട്ടയലത്തനാണ് എൻ്റെ വീട്. കുറച്ച് നാളുകളായിട്ട് അദ്ദേഹത്തെ വെളിയിലോട്ട് കാണാതായപ്പം നമ്മൾ അന്വേഷിച്ചാണ് അവിടെ ചെന്നത്. അങ്ങനെ വളരെ ബുദ്ധിമുട്ടാകുന്ന ഒരു സംഗതിയാണ് നമ്മൾ കേൾക്കാനിടയായത്. വളരെ പ്രയാസം അനുഭവിക്കുന്ന കുടുംബം വാടക വീട്ടിലാണ് താമസം. നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടിയിട്ട് വളരെ ആത്മാർത്ഥമായി സഹകരിക്കണമെന്ന് ഞാൻ താഴ്മയായി അപേക്ഷിക്കുകയാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഇബ്രാഹിം കുട്ടിയിൽ. എൻ്റെ ജമായത്തിലെ ഒരു നിർദ്ധനായ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിയാണ് 2 കിഡ്നി തകരാറായി ഉള്ളത്. അതുകൊണ്ട് കൊച്ചാലുമൂടി കേന്ദ്രീകരിച്ച് സൗഹൃദം കൂട്ടായ്മ എന്ന ഞങ്ങൾ ഒരു സംഘടന രൂപീകരിച്ച് അതിന്റെ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകുന്നു. ഞങ്ങളുടെ ഈ കൂട്ടായ്മയുടെ അതിനോടൊപ്പം ഉണ്ടാകുമെന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർപ്പിക്കുന്നു. അള്ളാഹുവിനെ ഓർത്ത് ഈ കൊച്ചുകുട്ടിയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് അപേക്ഷിക്കുന്നു. നമസ്കാരം, ഞാൻ അജ്മൽ അജി. അപ്പോൾ നമ്മളെല്ലാവരും ഇവിടെ കൂടിയിരിക്കുന്നത് മുഹമ്മദ് ഷാ എന്ന മകന്റെ ജീവന് വേണ്ടിയാണ്. നമ്മൾ ഒന്ന് ഓർക്കണം, ചെറുപ്പുളശ്ശേരിയിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ ആ മകനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ നാട്ടിലുള്ള എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഒന്നടങ്കം ഈ മകന്റെ ജീവൻ നമുക്ക് നിലനിർത്തണം. എല്ലാ കാര്യങ്ങളും പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന പോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. നമ്മളെ കൊണ്ട് ഒക്കുന്ന 1 രൂപയാണ് 1 രൂപ മാക്സിമം കിട്ടി ആ കുഞ്ഞിന്റെ ജീവൻ നിലനിർത്തണം. എല്ലാം നമ്മളെ മുഹമ്മദ് ഷായെ ചേർത്ത് പിടിക്കാൻ വേണ്ടി അപേക്ഷിക്കുക. അസ്സലാമു അലൈക്കും. യാതൊരുവിധ ദുശീലങ്ങളില്ലാത്ത ഒരു 27 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് മുഹമ്മദ് ഷാ. നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ അനുജനായിട്ട് കണ്ട് അവനെ സഹായിക്കണം. കാരണം പടച്ചതമ്പുരാൻ കഴിഞ്ഞാൽ ഇനി ആശ്രയം നമ്മളെല്ലാവരുമാണ്. അപ്പം വലിയൊരു തുകയാണ് ഓപ്പറേഷന് വേണ്ടി ഇവിടെ ആവശ്യമുള്ളത്. നിങ്ങളെ കൊണ്ട് ചെയ്യുന്നത് ചെറിയതായാലും വലുതായാലും നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആ ഒരു തുക ഈ ചെറുപ്പക്കാരൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി നിങ്ങൾ നൽകണം. നമ്മുടെ നാളെ പടച്ചതമ്പുരാൻ്റെ ഭാഗത്ത് നിന്നും വലിയ പ്രതിഫലം കിട്ടും. ആ ചെറുപ്പക്കാരനെ നിങ്ങൾ കൈവിടരുത്. ഇതൊരു അപേക്ഷയായിട്ട് കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമസ്കാരം. അസ്സലാമു അലൈക്കും. ഞാൻ നിസാർ കൊച്ചാലുമൂർ. ഒരു നാട് ഒരുമിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഹമ്മദ് ഷായ്ക്ക് വേണ്ടി. ആ ഷായുടെ കുടുംബം വളരെ ദയനീയാവസ്ഥയിലുള്ള ഒരു കുടുംബമാണ്. അതിനുവേണ്ടിയാണ് ഈ ഗ്രാമം ഒന്നിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ പ്രിയപ്പെട്ട യുവാവ് വെറും 27 വയസ്സുള്ള മുഹമ്മദ് ഷായ്ക്ക് വേണ്ടി നാളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. രോഗം എന്ന് പറയുന്നത് ഏത് സമയം വരാം. എല്ലാവരും ഈ വീഡിയോ കാണുന്നവരെല്ലാം നിങ്ങളെ കൊണ്ടൊരു 10 രൂപയാണ് കൊടുക്കുവാൻ സാധിക്കുന്നതെങ്കിൽ ആ 10 രൂപ ഈ അക്കൗണ്ടിൽ അയച്ച് ആ പ്രിയപ്പെട്ട മകനെ നമുക്ക് രക്ഷപ്പെടുത്തണം. എല്ലാവരും സഹായിക്കണമെന്ന് വളരെ വിനയത്തിന്റെ ഭാഷയിൽ അഭ്യർത്ഥിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഞാൻ നാസർ കുരുടന്തയം, സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ നിയോജകമണ്ഡലം പ്രസിഡന്റാണ്. വളരെ വേദനാജനകമായ ഒരു സാഹചര്യത്തിലാണ് കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമതത്തിനുമൊക്കെ അതീതമായി ഒരു നന്മയുള്ള നാട്ടുകാരുടെ കൂട്ടായ്മ ഇവിടെ രൂപപ്പെട്ടത്. കായിക രംഗത്തൊക്കെ വളരെ മികവ് പുലർത്തി ക്രിക്കറ്റ് കളിയിലൊക്കെ വളരെ വിസ്മയം തീർത്ത, ജീവിതം ആരംഭിച്ചിട്ടില്ലാത്ത 27 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ഷാന്റെ കുടുംബവും രോഗത്തിന്റെ അവശതയിൽ വളരെ പ്രയാസത്തിലാണ്. ഈ പ്രദേശത്ത്
ഈ ഷായുടെ കണ്ണുനീര് ഈ ആദിനാടിന്റെ മണ്ണിൽ വീഴാൻ പാടില്ല. അതുകൊണ്ട് എല്ലാവരും അകവഴിഞ്ഞ സഹായത്തിലൂടെ ഈ ദുഃഖത്തിന്റെ പേമാരിയിൽ നിന്നും അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെ, ജീവിതത്തിന്റെ, പ്രതീക്ഷയുടെ പൂന്തോപ്പിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ കൈകോർക്കണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. എൻ്റെ പേര് രാജൻ. ഞാൻ 6-ാം വാർഡിലെ ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. മുഹമ്മദ് ഷാ എന്നു പേരുള്ള നമ്മുടെ സഹോദരന് 2 വൃക്കയും നഷ്ടപ്പെട്ടതാണ്. ആ വൃക്ക മാറ്റിവെക്കുക എന്നുള്ളത് അടിയന്തരമായി ചെയ്യേണ്ട കടമയാണ്. ആ സഹോദരന്റെ ജീവിതം നിലനിർത്താൻ വേണ്ടി ഈ പാവപ്പെട്ട കുടുംബത്തെ എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ വല്യത്ത് വല്യത്ത് പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മുഹമ്മദ് ഷായുടെ കുടുംബം വളരെ ദയനീയമാണ്. മുഹമ്മദ് ഷായുടെ ഈ കിഡ്നി 2 തകരാറിലാണ്. ഈ കുടുംബത്തെ എല്ലാവരുടെയും മനസ്സോട് ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് ഈ സമയത്ത് ഞാൻ പറയുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഞാനിവിടെ തൊട്ടടുത്തൊരു മസ്ജിദിലെ ഇമാമാണ്. നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മുഹമ്മദ് ഷാ എന്ന 27 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരൻ്റെ 2 കിഡ്നികളും തകരാറിലായൊരു സന്ദർഭത്തിലാണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളൊരു ഷെയർ കൊണ്ടും നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തികമായി കഴിയുന്ന സഹായങ്ങൾ ഇതിലേക്ക് ഈ സഹോദരന് വേണ്ടി ചെയ്യണം. ഈ സഹോദരനെ ജീവിതത്തിലേക്ക് കൈപിടിച്ച് കൊണ്ടുവരണം. അത് നാം എല്ലാവരും ഒരുമിച്ച് ചെയ്യേണ്ട ഒരു കടമയാണ്. നാം എല്ലാവരും ഒരുമിച്ച് നിന്നാലേ ഈ കാര്യങ്ങൾ കറക്റ്റാവുകയുള്ളൂ. ഇതിലേക്ക് എല്ലാവരും സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് സജീവ്. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. മുഹമ്മദ് ഷാ എന്ന ഒരു സഹോദരന് വേണ്ടി ഒരു ഗ്രാമം കരയുകയാണ്. ആ കരച്ചില് ഒരു പുഞ്ചിരിയാക്കി മാറ്റുവാൻ നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായം ആ മുഹമ്മദ് ഷായ്ക്ക് വേണ്ടി ചെയ്യണം എന്ന് ഈ അവസരത്തിൽ ആദ്യമായി ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ പേര് നസീർ മേടയിൽ, കുലശേഖരം പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ ജനറൽ സെക്രട്ടറിയാണ്. എൻ്റെ നാട്ടുകാരനായ മുഹമ്മദ് ഷാ എന്ന് പറയുന്ന ഈ പയ്യന്റെ 2 വൃക്കകളും തകരാറിലായിരിക്കുകയാണ്. ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഈ വീഡിയോ കാണുന്ന ഓരോ വ്യക്തികളും ഹൃദയം അറിഞ്ഞ് ധനസഹായം നൽകി ഈ ഒരു സംരംഭം ഒരു വൻ വിജയമാക്കി തരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്.